ഞാൻ ഒരു രാഷ്ട്രീയ നേതാവുമായും ഒരു സാമൂഹിക നേതാവുമായും ഒരു സാംസ്കാരിക നേതാവുമായും ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതാവുമായിട്ട് ഒന്നും ഞാൻ സംസാരിക്കും. ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ജനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ പറയപ്പെട്ട മനുഷ്യരൊക്കെ പെടുന്നത് കേൾക്കുന്നവരെ. ഞാൻ പബ്ലിക്കായിട്ട് ഈ 3.5 കോടി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ട് ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കേണ്ട ഘട്ടമാകുമ്പോൾ പൊളിറ്റിക്കലി അതിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. നിയമസഭയിൽ ഉന്നയിച്ച നക്ഷത്രത്തിനുള്ള പല ചോദ്യങ്ങളും ഒഴിവാക്കി എന്നൊരു ആരോപണം ശ്രദ്ധപ്പെട്ടിരുന്നു. താങ്കളുടെ ചോദ്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ? അല്ല, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം വന്നാൽ എന്താ സ്ഥിതി? സഭയിൽ അതിന് മന്ത്രിമാർ മറുപടി പറയണം. അപ്പൊ നക്ഷത്ര ചിഹ്നമിട്ട് എന്ന് കാറ്റഗറിയിൽ ഒരു MLA കൊടുക്കുന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെയാണ്. അത് മാറ്റാനുള്ള അധികാരം സ്പീക്കറുടെ ഓഫീസിനില്ല. സ്പീക്കറുടെ ഓഫീസ് അത് വെട്ടിയിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി അത് കടലാസ് പെട്ടിയിലാക്കിയിട്ട് സ്പീക്കറുടെ ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലും വെക്കുന്ന രീതിയല്ല. നക്ഷത്ര ചിഹ്നം ഇട്ടുന്ന ചോദ്യം ഉന്നയിച്ചാൽ അത് സഭയിൽ വരണം. കൺസേൺ മിനിസ്റ്റർ അതിന് ആൻസർ പറയണം. അത് ഒരു സാമാജികനുള്ള മിനിമം അധികാരമാണ്, അവകാശമാണ്. അതാണ് ഇപ്പൊ കാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന പരാമർശമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മഞ്ചേരി പോലീസ്. അരീക്കോട് MSP ക്യാമ്പുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പരാമർശമാണ്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇനിയിപ്പോ പോലീസ് പറയുമ്പോഴല്ലേ അറിയുള്ളൂ. എന്താണ് പരാതി എന്നറിയില്ല. കേസെടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുറത്തു വിട്ടു. വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളെന്ത് സീക്രട്ട് പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്. ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം ഞാൻ പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? നോക്കാം നമുക്ക്. ഇന്നലെയല്ലേ 30-ാം ദിവസം? ഇന്നലെ 30-ാം ദിവസമാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് 30 എന്തായാലും ആണ്. നോക്കാം. ഇന്നാണെങ്കിൽ രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ 30 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ എല്ലാവരോടും മഞ്ചേരിയിലേക്ക് എത്താൻ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് എല്ലാവരും. ജനങ്ങളിത് കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താ പറയാ പറ്റിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചതാണ്. അപ്പൊ എന്നെ കുറ്റവാളിയാക്കി ജയിലിലടക്കാനാണ് ഈ പറയുന്ന പാർട്ടി ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സഖാക്കൾ പ്രത്യേകം ആ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന റിസ്കുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിലെ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുകയാണ്.